ഹായ് എവ്രിവൺ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കുറച്ച് വിചിത്രവും കൗതുകകരവുമായ ഫാക്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്പർ 20. നീണ്ട കഴുത്ത് ലഭിക്കാൻ കഴുത്തിൽ വളയങ്ങൾ ധരിക്കുന്ന വിചിത്രമായ ഒരു ട്രഡീഷനാണ് തായ്ലൻഡിലെ കാരൻ ഗോത്രക്കാർ പിന്തുടരുന്നത്. നീണ്ട കഴുത്ത് സുന്ദരവും ആകർഷണീയവുമാണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. നമ്പർ 19. ഇവ സാധാരണ സൺഗ്ലാസുകളല്ല. ഇതിനൊരു പ്രത്യേകതയുണ്ട്. മനുഷ്യന്റെ മുടിയിൽ നിന്ന് നിർമ്മിച്ച സൺഗ്ലാസുകളാണിവ. ഇവയുടെ ഫ്രെയിമുകൾ പ്രോസസ് ചെയ്ത ഹ്യൂമൻ ഹെയർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു പുതുമയുള്ളതും സസ്റ്റൈനബിളുമായ പ്രോഡക്റ്റ് ആയി കണക്കാക്കപ്പെടുന്നു. നമ്പർ 18. ചൈനയിലെ ജിയാഹു നിയോലിത്തിക് സൈറ്റിൽ നിന്നും 5000 BC മുതൽ 7000 BC വരെ പഴക്കമുള്ള ഓടക്കുഴലുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴയതും എന്നാൽ ഇന്നും പ്ലേ ചെയ്യാവുന്നതുമായ ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും ഇവ. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവ എല്ലുകളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ബോൺ ഫ്ലൂട്ടുകളിലും ഇന്നത്തെ ഓടക്കുഴലുകളിലെ പോലെ തന്നെ അതേ ദൂരത്തിൽ തന്നെയാണ് ഹോളുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമ്പർ 17. ഹാർവേഡ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ മനുഷ്യന്റെ സ്കിന്നുകൊണ്ട് ബൈൻഡ് ചെയ്യപ്പെട്ട ഒരു പുസ്തകമുണ്ട്. ഹ്യൂമൻ സോളിനെ കുറിച്ചുള്ള ഈ പുസ്തകത്തിന് ഒരു ഒറിജിനൽ ഹ്യൂമൻ ബൈൻഡ് തന്നെയാണ് ഏറ്റവും അനുയോജ്യം എന്നാണ് ഈ ബുക്ക് നിർമ്മിച്ച വ്യക്തി ഇതിനെപ്പറ്റി പറയുന്നത്. എന്നിരുന്നാലും ഇതിൽ ഇപ്പോഴും ദുരൂഹതകളുണ്ട്. നമ്പർ 16. ഒരു പെൺകുട്ടിക്ക് ആദ്യത്തെ ആർത്തവം വരുമ്പോൾ സ്വന്തം അമ്മ ആ പെൺകുട്ടിയുടെ മുഖത്തടിക്കുന്ന ഒരു ആചാരം പണ്ട് കാലത്ത് ജൂതന്മാർക്കിടയിൽ ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. നമ്പർ 15. ചില ആളുകൾ മനുഷ്യ ഭ്രൂണങ്ങളെ ഉണക്കി നിർമ്മിക്കുന്ന ഹ്യൂമൻ ഫ്ലഷ് ക്യാപ്സ്യൂൾസ് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ആയി ഉപയോഗിക്കുന്നു. നമ്പർ 14. ഇന്തോനേഷ്യയിലെ പാപ്പുവായിലെ ഡാനി ഗോത്രക്കാർക്കിടയിൽ വിചിത്രമായൊരു പാരമ്പര്യമുണ്ടായിരുന്നു. കുടുംബത്തിലെ ഒരാൾ മരിക്കുമ്പോൾ ഗോത്രത്തിലെ സ്ത്രീകൾ അവരുടെ വിരലുകളുടെ ഒരു ഭാഗം മുറിച്ചു കളയുന്നതായിരുന്നു ഈ ആചാരം. എന്നാൽ ഇവിടെ ക്രിസ്ത്യൻ മതം പ്രചാരത്തിൽ വന്നതോടെ ഇത് പയ്യെ ഇല്ലാതായി. മാത്രമല്ല ഇപ്പോൾ ഇത് ഒഫീഷ്യലി ബാൻ ചെയ്തിട്ടുമുണ്ട്. നമ്പർ 13. ജംഗം എന്നത് മനുഷ്യന്റെ മലം, മൂത്രം എന്നിവ ഫെർമെന്റ് ചെയ്യുന്നതിൽ നിന്നുണ്ടാകുന്ന ഒരു തരം ഡ്രഗ് ആണ്. ഇവയെ പാത്രങ്ങളിൽ വെച്ച് പുളിപ്പിച്ചിട്ട് അതിൽ നിന്നുമുണ്ടാവുന്ന പുക ഒരു ഇൻഹലന്റും ഹാലൂസിനോജനുമായി ഉപയോഗിക്കുന്നു. 1990കളിൽ സാംബിയൻ യുവാക്കൾക്കിടയിൽ ഇതൊരു ജനപ്രിയ സ്ട്രീറ്റ് ഡ്രഗ് ആയിരുന്നു. നമ്പർ 12. ഗോസ്റ്റ് മാരേജസ് എന്ന പേരിൽ 3000 വർഷം പഴക്കമുള്ള ഒരു ചൈനീസ് പാരമ്പര്യമുണ്ട്. അവിവാഹിതരായി മരണപ്പെട്ട 2 പേരെ പരസ്പരം വിവാഹം കഴിപ്പിക്കുന്ന രീതിയാണ് ഇത്. ചിലപ്പോഴൊക്കെ അവിവാഹിതരായ പുരുഷന്മാരുടെ മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് മരണാനന്തര ജീവിതത്തിൽ ഒരു ഭാര്യ ഉണ്ടാകുന്നതിനായി സ്ത്രീകളുടെ ഡെഡ് ബോഡീസ് വരെ കാശ് കൊടുത്ത് വാങ്ങുമായിരുന്നു. നമ്പർ 11. മഹാരാഷ്ട്രയിലെ സോലാപൂർ ജില്ലയിലെ ഹിന്ദു മുസ്ലിം ഗ്രാമവാസികൾ 500 വർഷത്തിലേറെയായി 50 അടി ഉയരത്തിലുള്ള ക്ഷേത്രത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ താഴേക്കെറിയുന്നു. താഴെയുള്ള പുരുഷന്മാർ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു ബെഡ്ഷീറ്റിലേക്കാണ് ഈ കുഞ്ഞുങ്ങൾ വന്ന് വീഴുക. ഈ ആചാരം കുട്ടികൾക്ക് നല്ല ആരോഗ്യവും ഭാഗ്യവും നൽകുമെന്ന് ഇവർ അന്ധമായി വിശ്വസിക്കുന്നു. നമ്പർ 10. ഇതാണ് വിർജിൻ ബോയ് എഗ്സ്. ചൈനയിലെ ഡോങ്യാങ്ങിൽ നിന്നുള്ള ഒരു പരമ്പരാഗത വസന്തകാല വിഭവമാണിത്. അവിടുത്തെ കർഷക കുടുംബങ്ങളിലെ 10 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെ മൂത്രത്തിലിട്ട് പുഴുങ്ങുന്ന മുട്ടകളാണിവ. ഈ വിഭവത്തെ ചൈനയിലെ പ്രാദേശിക സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായ ഭക്ഷണങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്പർ 9. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ നിയമങ്ങൾ ഇപ്പോഴും ആടിന്റെ തോലിലാണ് പ്രിന്റ് ചെയ്യുന്നത്. 1999ൽ ഈ പാരമ്പര്യം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശമുണ്ടായെങ്കിലും അതോടുകൂടി ബ്രിട്ടനിൽ ആട്ടിൻതോൽ വ്യവസായം അവസാനിക്കുമെന്നുള്ളത് ഇപ്പോഴും ഇത് തുടരുന്നു. നമ്പർ 8. ഇതാണ് സർപ്ലസ് എന്ന പെർഫ്യൂം. ഇത് സാധാരണ ഒരു പെർഫ്യൂം അല്ല. മനുഷ്യ വിസർജ്യത്തിൽ നിന്നുമാണ് ഈ പെർഫ്യൂം ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്പർ 7. 175 വർഷത്തിലേറെയായി ആവറേജ് 2.5 ലക്ഷം ആളുകളാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വർഷത്തിലൊരിക്കൽ ഒരു മെഡിക്കൽ ചടങ്ങിനായി ഹൈദരാബാദ് നഗരത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. ആസ്മയും മറ്റു ശ്വാസകോശ രോഗങ്ങളും എന്നേക്കുമായി സുഖപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഈ യാത്ര. ഒരു രഹസ്യ ഹെർബൽ മെഡിസിനിൽ മുക്കിയ 3 സെന്റിമീറ്റർ ജീവനുള്ള മത്സ്യം വിഴുങ്ങുന്നതാണ് ഇവിടുത്തെ ചികിത്സാ രീതി. നമ്പർ 6. ആഫ്രിക്കയിലെ മസായി ഗോത്രത്തിലെ ആളുകൾക്കിടയിൽ വിചിത്രമായ ഒരു പരമ്പരാഗത രീതിയുണ്ട്. പരസ്പരം തുപ്പുന്നതിലൂടെയാണ് ഇവർ സുഹൃത്തുക്കളെ അഭിവാദ്യം ചെയ്യുന്നത്. നമ്പർ 5. ഇതാണ് പൂപ്പ് പിൽസ്. ഡോണർമാരുടെ മലത്തിൽ നിന്നുള്ള ബാക്ടീരിയ അടങ്ങിയ ഗുളികകളാണിവ. കുടൽ അണുബാധകൾ ചികിത്സിക്കാനാണിവ ഉപയോഗിക്കുന്നത്. ഇവയ്ക്ക് മണമോ രുചിയോ ഇല്ല. പണ്ടത്തെ ഫീക്കൽ ട്രാൻസ്പ്ലാന്റേഷൻ അഥവാ മലം മാറ്റിവെക്കൽ എന്ന ചികിത്സാ രീതി പോലെ തന്നെ ഫലപ്രദമാവുകയും അതേസമയം വളരെ ചീപ്പുമാണ് ഈ ഗുളികകൾ. നമ്പർ 4. മെമ്മോറിയൽ ഡയമണ്ട്സ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയുണ്ട്. മെമ്മോറിയൽ ഡയമണ്ട്സ് എന്താണെന്ന് വെച്ചാൽ ദഹിപ്പിച്ച മനുഷ്യ അവശിഷ്ടങ്ങളുടെ ചാരത്തിൽ നിന്ന് സൃഷ്ടിക്കുന്ന സിന്തറ്റിക് വജ്രങ്ങളാണ് ഇവ. ഈ പ്രക്രിയയ്ക്ക് 1.5 മുതൽ 2 മാസം വരെ എടുക്കും. കുറഞ്ഞത് 1 പൗണ്ട് ചാരവും ഇതിനാവശ്യമാണ്. നമ്പർ 3. ബ്രിട്ടനിലെ രാജാവായിരുന്ന വില്യം ദി കോൺക്വയറർ ഒരു ആചാരം തുടങ്ങിവെച്ചു. ഇതനുസരിച്ച് മുന്തിരി വിളവെടുപ്പിനെ സഹായിക്കാൻ ആളുകൾ അവരുടെ വീടുകൾ ഉപേക്ഷിച്ച് തൽക്കാലത്തേക്ക് ഒരു വേനൽക്കാല വസതിയിലേക്ക് മാറും. അവരുടെ സ്വന്തം വീട് വെക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ ആചാരത്തിന് വെക്കേഷൻ എന്ന് പേര് വീണു. അങ്ങനെ
അങ്ങനെയാണ് ഇന്നത്തെ വെക്കേഷൻ എന്ന വാക്കിന്റെ ഉത്ഭവം. നമ്പർ 2, 2013 ഡബ്ലിനിലെ ട്രിനിറ്റി കോളേജിലെ ശാസ്ത്രജ്ഞർ മനുഷ്യന്റെ കാൽവിരലുകൾക്കിടയിൽ നിന്നും പൊക്കിളിൽ നിന്നും ശേഖരിച്ച ബാക്ടീരിയകൾ ഉപയോഗിച്ച് വിജയകരമായി ചീസ് ഉണ്ടാക്കി അവരുടെ സയൻസ് ഗാലറിയിൽ പ്രദർശിപ്പിച്ചു. നമ്പർ 1, പ്രസവശേഷം ചില അമ്മമാർ പ്ലാസന്റ അഥവാ മറുപിള്ള കഴിക്കാൻ താല്പര്യപ്പെടാറുണ്ട്. പച്ചയ്ക്ക് സ്മൂത്തിയാക്കി കുടിക്കുന്നവരുണ്ട്. ലസാനിയ, സ്റ്റൂ, സ്പഗറ്റി, പിസ്സ തുടങ്ങിയ വിഭവങ്ങളിൽ ചേർത്ത് കഴിക്കുന്നവരുമുണ്ട്. അതുമല്ലെങ്കിൽ ഉണക്കി ഗുളിക രൂപത്തിൽ കഴിക്കുന്നവരുമുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങളിൽ ഏറ്റവും അതിശയം ഉണ്ടാക്കിയ ഫാക്ടോ അല്ലെങ്കിൽ അതിന്റെ നമ്പറോ കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you in next video. Thank you so much.